ഇനി അജ്മാനിലെ അംജദിൻ്റെ കഥയാണ്. തനിക്ക് ഒരു പരിചയവുമില്ലാത്ത കുഞ്ഞിന് സ്റ്റെം സെൽസ് അഥവാ മൂലകോശം ദാനം ചെയ്യാനായി ലീവൊക്കെ എടുത്ത് നാട്ടിലേക്ക് പറന്ന അംജദിൻ്റെ കഥ. ഇത് തൻ്റെ ദൗത്യമാണെന്ന് തിരിച്ചറിഞ്ഞാണ് അംജദ് അത്തരമൊരു യാത്രയ്ക്ക് തയ്യാറാകുന്നത്. അക്ഷയുമായി അംജദ് സംസാരിക്കുന്നു. തനിക്ക് ആരാണ് എന്ന് പോലും അറിയാത്ത ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ യുഎയിൽ നിന്ന് വിമാനം കയറി കേരളത്തിൽ പോയി സ്റ്റെം സെൽസ് ഡൊണേറ്റ് ചെയ്ത ഒരു പ്രവാസി മലയാളി അംജിദാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത്. ഇത് വളരെ റെയറാണ്. 10 ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമേ ഈ സ്റ്റെം സെൽസ് മാച്ച് ആവും. അതാണ് ഇതിൻ്റെ കാരണം. ഇതിൻ്റെ ഒരു വാല്യൂ തിരിച്ചറിഞ്ഞ് 3-4 ദിവസം ലീവ് എടുത്ത് നാട്ടിൽ പോയി ഡൊണേറ്റ് ചെയ്ത് തിരിച്ചു വന്ന് വീണ്ടും ജോയിൻ ചെയ്തു. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു കഥ, എങ്ങനെയാണ് ഇതിന് പോയത്? ധാത്രി പറഞ്ഞിട്ടൊരു ടീമുണ്ട്. അവരാണ് ഇന്ത്യയിൽ മൊത്തം സ്റ്റെം സെല്ലിന് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു കേസ് വന്നത് ഒരു 10 വയസ്സായ കുട്ടിക്കാണ്. എന്നോട് എന്നെ വിളിച്ചത് 2 മാസം മുമ്പാണ് വിളിച്ചത്. പക്ഷേ എനിക്ക് ആകെ എന്നോട് പറഞ്ഞത് 10 വയസ്സായ കുട്ടിക്ക് ഇങ്ങനെ നിങ്ങളുടെ മാച്ച് ആയിട്ടുണ്ട്. ആ മാച്ച് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നമ്മൾ പാലിയേറ്റീവ് കെയർ ബ്ലഡ് ഡൊണേഷനൊക്കെ സമയത്ത് ആക്റ്റീവാണ്. അപ്പോൾ ആ സമയത്ത് ഒരു മലപ്പുറത്തുള്ള ഒരു 7 മാസം പ്രായ കുട്ടിക്ക് ഇതേ സെയിം കേസ് വന്നിരുന്നു. അപ്പോൾ നമ്മളെ കോളേജുകളും മൊത്തം എല്ലാ സ്ഥലത്തും ഈ ക്യാമ്പുകൾ നടത്തി. കാരണം ആരെങ്കിലും മാച്ച് ആവുണ്ടോ നോക്കി. അന്ന് ഞാൻ ജസ്റ്റ് സാമ്പിൾ കൊടുത്താണ് 2014. അന്ന് ഈ കുട്ടി ജനിച്ചിട്ട് പോലുമില്ല. ഈ കുട്ടിക്ക് ഇപ്പോൾ 10 വയസ്സാണ്. 11 വർഷം മുമ്പ് നമ്മൾ സാമ്പിൾ കൊടുത്താണ്. അപ്പം അന്ന് നമ്മളെ വേറെ സ്ഥലത്തു നിന്നൊരു ആളുടെ മാച്ച് ആ കുട്ടിക്ക് കൊടുത്ത്. പിന്നെ അതിന് ശേഷം ഇപ്പം 2 മാസം മുമ്പാണ് എനിക്ക് കോൾ വന്നത്. വേറൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മാച്ച് ചെയ്യണമെന്ന്. കാരണം ഒരു വട്ടം ഡാറ്റ കൊടുത്താൽ അതുപോലെ കയ്യിലുണ്ടോ. അത് ശരിക്കും നമ്മളെ കവിളിലില്ലേ, കവിളിൽ നിന്നാണ് അതിൻ്റെ ഉമ്മീര് പോലെ ആ സാധനം നമ്മൾ ടെസ്റ്റ് ചെയ്യുക പോലെ. അപ്പം ആ മാച്ച് ആയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞു. കാരണം നമുക്ക് എന്താ വെച്ചാൽ ഈ കേസിൽ നമ്മൾ പാലിയേറ്റീവ് ബ്ലഡ് ഡൊണേഷനിലെ കുറേ കുട്ടികളും ഇതൊക്കെ നമുക്ക് അറിയാം. കാരണം ഇതിനോട് കിട്ടാൻ കാരണം ഒരു കുട്ടിൻ്റെ ജീവിതമാണല്ലോ, 10 വയസ്സ് തന്നെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന പ്രായമാണല്ലോ. അപ്പോൾ ഞാൻ അപ്പൻ ഓക്കെ പറഞ്ഞ് പിന്നെ ഓല അതിൻ്റെ പ്രൊസീജിയറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഞാനൊരു 2 ആഴ്ച മുമ്പ് നാട്ടിൽ പോയിട്ട് ഫുൾ ബോഡി ചെക്കപ്പ് ഒരു 10-27 ടെസ്റ്റിൻ്റെ ശരീരം മൊത്തം ചെയ്ത്. കാരണം നമ്മളെ ബ്ലഡ് അത്രയും ഓക്കെയാണ്, നമ്മുടെ ശരീരം അത്രയും ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ നാളെ മുതൽ ആ കുട്ടി എൻ്റെ AB പോസിറ്റീവാണ് ബ്ലഡ്. ആ കുട്ടീൻ്റെ ഏതോ ഗ്രൂപ്പ് ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഏത് ഗ്രൂപ്പായാലും നാളെ മുതൽ ആ കുട്ടീൻ്റെ ബ്ലഡ് എൻ്റെ ബ്ലഡും സെയിം ആയിരിക്കും. ഇതിൻ്റെ സെയിം സാധനം ശരിക്കും ഇത് എങ്ങനെ സംഭവിച്ചാൽ ആ കുട്ടീൻ്റെ ശരീരത്തിലുള്ള സ്റ്റെം സെല്ലിന് ഇതൊക്കെ കരീപിച്ച് കളയും. മീൻസ് കീമോ പോലുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ ഒക്കെ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ പുതിയത് ആഡ് ചെയ്യും. അപ്പോൾ ആ കുട്ടീൻ്റെ ചികിത്സ അങ്ങനെ ചെയ്ത് കുറേ കുട്ടികളുണ്ട്, കുറേ ആൾക്കാർ ഇതിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്ക് കിട്ടിയൊരു ചാൻസ് ആണ്. കാരണം ആ ഒരു ലോട്ടറി മീൻസ് 10 ലക്ഷത്തിൽ ഒരാളെന്ന് പറഞ്ഞാൽ നമുക്ക് ഭാഗ്യമാണല്ലോ. നമ്മൾ ഇതിനു മുമ്പ് ഇത് ശരിക്കും ഒരു 5 ദിവസത്തെ പ്രോസസ്സാണ്. പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് ഒരു 30 മിനിറ്റുള്ള ബ്ലഡ് ഡൊണേഷൻ ചെയ്തിട്ടുണ്ട്, ഒരു 1.5 മണിക്കൂറിൽ പേറ്റൽ ഡൊണേഷൻ ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു 5 ദിവസമാണെങ്കിൽ നമ്മൾ ഓക്കെയാണ്. കാരണം ശരി അപ്പുറത്തൊരു കുട്ടി വേദന സഹിക്കുന്ന ഒരു കുട്ടിയാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്തു എന്നുള്ളതാണ്. ഒരു സ്റ്റെം സെൽ ഡൊണേഷന് വേണ്ടിയിട്ട് UAയിൽ നിന്ന് എന്തിനാണ് കേരളത്തിലേക്ക് പോകുന്നത് എന്ന് പലരും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം. കാരണം അത്രത്തോളം റെയറാണ് 2 പേരുടെ ബ്ലഡ് തമ്മിൽ മാച്ച് ആവുക എന്നുള്ളത്. കാരണം ഇത് റിജക്റ്റ് ആവാനുള്ള സാധ്യതകളൊക്കെ ഒരുപാടാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോൾ വന്ന സമയത്തുള്ളൊരു ഫീൽ എന്തായിരുന്നു? അത് UAയിൽ നിന്ന് എന്നല്ല, ലോകത്ത് എവിടെയാണ് ഞാൻ അവിടെ എത്തും. കാരണം വെച്ചാൽ നമ്മളൊരു 5 ഡേ കൊണ്ട് ഒരു 10 വയസ്സായ കുട്ടീൻ്റെ ജീവിതമാണ് രക്ഷപ്പെടുന്നത്. അത് നമുക്ക് ചെയ്യാൻ പറ്റും. ലോകത്ത് നമ്മൾ ജീവിക്കുന്ന കാലത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ ഞാൻ നേരെ അവിടേക്ക് എത്തി. അതിൽ ഏറ്റവും എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓരോ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഫുൾ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ടെസ്റ്റിൽ റെഡി ആവാത്ത ടെസ്റ്റുകൾ വീണ്ടും ചെയ്തിട്ട് ഒക്കെ ഫുള്ള് ഫിനിഷാക്കി. കാരണം വെച്ചാൽ എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നാളെ ആ കുട്ടിക്കും ബാധിക്കും. അത് ഉണ്ടാവാൻ പാടില്ല. കാരണം ഞാൻ കൊടുത്തുകൊണ്ട് ആ ഫാമിലിക്ക് വേറൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അപ്പോൾ അത് ഫുള്ള് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ അങ്ങോട്ട് എത്തിയത്. പിന്നെ ലാസ്റ്റ് സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് അതിൻ്റെ കൗണ്ട് വരെ അവർ ചെക്ക് ചെയ്ത് പറഞ്ഞുതരും. അൽഹംദുലില്ലാഹ് നമ്മളെ കൗണ്ട് ഭയങ്കര കൂടുതലുണ്ട്. അതൊക്കെ നമ്മൾ ഹാപ്പിയാണ്. കാരണം വെച്ചാൽ നമ്മൾ വെറുതെ കൊടുത്ത്, കാരണം നല്ല എക്സ്പെൻസ് ഉണ്ട്. എനിക്ക് വേണ്ടി ഈ പ്രോസസ്സിന് വേണ്ടിയിട്ട് നല്ല എക്സ്പെൻസ് ആ ഫാമിലിക്ക് ഉണ്ട്. അത് ആരാണോ എന്താണെന്നൊന്നും അറിയില്ല. ഇന്നിപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് ഉണ്ട്, അത് ആര് പാവപ്പെട്ട ഫാമിലിയാണ്, ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണെന്ന് കുറേ ആൾക്കാർ മെസ്സേജ്. കാരണം അവർ പോലും അറിയുന്നില്ല. കാരണം നമ്മൾ കൊടുത്തുകൊണ്ടായിരിക്കും അവർ നമ്മളോട് കേൾക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അതിനായിട്ട് നമ്മൾ ഒരുങ്ങി. ആരാണെന്ന് പോലും അറിയാത്തൊരു കുട്ടി, ഈ ഒരു കുട്ടീനെ കുറിച്ച് അറിയാനോ ആ കുട്ടീനെ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ തോന്നില്ലേ? അവരെന്നെ വിളിച്ചപ്പോൾ അവരെന്നോട് ആകെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, 10 വയസ്സായ കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൂ. കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. എനിക്കൊരു 9 വയസ്സായ ചെറിയ ഇനയുണ്ട്, ആയാൻ എന്ന് പറഞ്ഞിട്ട് അതിനുണ്ട്. എനിക്ക് ഫസ്റ്റ് മനസ്സ് വന്ന ഓൻ്റെ മോക്കാണ്. പിന്നെ അതേപോലെ ഇങ്ങനെ ബാധിച്ചിട്ട് ഞാൻ പാലിയേറ്റീവ് കെയർ ബ്ലഡ് ഡൊണേഷൻ കേരളത്തിൻ്റെ പ്രസിഡന്റ് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരെ ആദ്യം കോൺടാക്റ്റ് ഉണ്ട്. അത് ക്യാൻസർ മാത്രമല്ല പല അസുഖങ്ങളും ബാധിച്ച കുറേ കുട്ടികൾ എനിക്ക് ആദ്യം അറിയാം. നമ്മൾ ചാറ്റിങ് ഇതൊക്കെ ഉള്ള ഉണ്ട്. നമ്മളോട് ചെയ്യാൻ പറ്റുന്നൊക്കെ അവരോട് ചെയ്യുന്നുണ്ട്. പക്ഷേ
ഫസ്റ്റിൻ്റെ മൈൻഡിൽ അവരൊക്കെയാണ് ഓർമ്മ വന്നത്. അവരുടെ മുഖങ്ങളൊക്കെ മനസ്സിൽ വന്നപ്പോൾ എനിക്ക് വേറെ ഒന്നും നോ പറയാനില്ല. കാരണം എൻ്റെ ഫാമിലിയോട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറയുമ്പോൾ അവർ ഓക്കെ പറഞ്ഞു. കാരണം അവർക്കറിയാം ഇതിനു മുമ്പ് നമ്മൾ ഇതേ സെയിം ഫീൽഡിൽ ബ്ലഡിനൊക്കെ പോണതാണ്. ഇത് ശരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കുട്ടീനെ നമുക്ക് കാണിച്ചു തരില്ല. കാരണം എന്താ വെച്ചാൽ 10 വയസ്സായ കുട്ടിയാണ്, 31 കിലോ വെയിറ്റ് എന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഇതുവരെ എനിക്ക് ആ കുട്ടീൻ്റെ എവിടെ ഇന്ത്യക്കാരനാണോന്നോ ഏതോ മലയാളി ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്നുള്ള ഞാൻ അന്ന് ഫുള്ള് പോയി അമൃത ഹോസ്പിറ്റലാണ് ഇതിൻ്റെ മൊത്തം പ്രോസസ്സ് ഉള്ളത്. അന്ന് ഞാൻ ജസ്റ്റ് കീമോൻ്റെ അവിടെയൊക്കെ പോയിട്ട് ഫുൾ നമ്മുടെ ടെസ്റ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ആ വാർഡിൻ്റെ അടുത്തൊക്കെ പുറത്തൂടെ ഇങ്ങനത്തെ ചെറിയ കുട്ടികളെ ക്യാൻസറായിട്ട് ഓടുകയാണ്. ചിലപ്പോൾ ആ കൂട്ടത്തിൽ ആ കുട്ടി ഉണ്ടാവും, എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആരോ ആയിക്കോട്ടെ, ഞാൻ എൻ്റെ മനസ്സിൽ ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ അത് കൊടുത്തുകൊണ്ട് ഒരു കുട്ടീൻ്റെ ജീവൻ രക്ഷിക്കട്ടെ എന്നുള്ളതാണ്. എനിക്കൊരു പ്രശ്നമില്ല. കാരണം എൻ്റെ ഹെൽത്ത് നോക്കി നിങ്ങളിപ്പോൾ വന്ന് ഞാൻ ഇന്നലെ രാവിലെ എത്തിയിട്ടുള്ളൂ, മെനയാന്ന് കൊടുത്തിട്ടുള്ളൂ. ഇന്നലെ രാവിലെ ലാൻഡ് ചെയ്ത് ഇന്നലെ ജോലിക്ക് കയറി ഞാൻ ഒരു കുഴപ്പമില്ലാതെ നമ്മൾ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ആൾക്കാർക്കൊക്കെ തെറ്റിദ്ധാരണയാണ്, നമുക്ക് എന്തെങ്കിലും പറ്റുമോ, നമുക്ക് എന്തെങ്കിലും ഉണ്ടാ പ്രശ്നം. പക്ഷേ എനിക്കൊരു പ്രശ്നമില്ല. ഈ എന്തുകൊണ്ടാണ് ഇത് ഹൈഡ് ചെയ്യുന്നുള്ള ഒരു പോർഷൻ കൂടി ഹൈഡ് ചെയ്യുന്ന പ്രശ്നം എന്താ വെച്ചാൽ ആ ഫാമിലിക്ക് ആകെ ഇൻ്റെത് മാച്ച് ആവുള്ളൂ. ഇപ്പോൾ ലോകം മൊത്തം പല ആൾക്കാരും 2 തട്ടിൽ ആൾക്കാരുണ്ട്. നമ്മൾ ഫുള്ള് ഫ്രീ ആയിട്ട് വളണ്ടറി ആയിട്ട് കൊടുക്കുന്നതാണ്. പലതും പൈസക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഫാമിലി നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ എനിക്ക് അവരെ ബാർഗൻ ചെയ്യാം. ആ ഫാമിലി കുട്ടീനോട് ഇത്ര തന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും തന്നാലേ നിങ്ങൾക്ക് ഞാൻ തരുള്ളൂ, നിങ്ങൾക്ക് കഴിഞ്ഞ ഇതിൽ ചെയ്തോളി എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ ആ ഫാമിലി കുടുങ്ങിപ്പോയി, ലോക്കായി പോയി. കാരണം അവർക്ക് നമ്മൾ പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും. കാരണം ഇതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ അടുത്തുനിന്നാണ്. നമുക്ക് അത്രേ ഉള്ളൂ, പഠിച്ചോൻ്റെ അടുത്ത് പഠിച്ചു അതിനുള്ള തരും. പക്ഷേ നമ്മൾ ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കുന്നത് അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചാൽ അതല്ലെങ്കിൽ ബാർഗെയിൻ പ്രശ്നം വരുമ്പോൾ ഒരു കുട്ടീൻ്റെ ജീവിതമാണ് അവിടെ നടക്കുന്നത്. അത് പല ലോകം മൊത്തം ഒരു നിയമമാണ്. അവർ ഇതിൽ സ്റ്റെം സെൽ ഡൊണേഷൻ ചെയ്യുമ്പോൾ നിയമമുണ്ട്. അതാണ് 1 വർഷം കഴിഞ്ഞിട്ട് കുട്ടീനെ കാണിച്ചത്. കാരണം കുട്ടിക്ക് എന്താ വെച്ചാൽ ഇൻ്റെതിപ്പോൾ വെച്ചതിന് ശേഷം ഫുള്ള് ഡൊണേഷൻ ചെയ്തതിന് ശേഷം ആ ഫുള്ള് സാധനം അന്ന് തന്നെ ഐസൊക്കെ റെഡിയാക്കിയിട്ട് അവർ ഫുള്ള് സെറ്റായിരുന്നു അവിടെ. അവർ അപ്പനെ പാക്ക് ചെയ്തിട്ട് കുട്ടിക്ക് അയച്ചിട്ടുണ്ട്. അത് എങ്ങോട്ടാണെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. പക്ഷേ എൻ്റെ പ്രാർത്ഥന എന്താ വെച്ചാൽ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ആ കുട്ടിക്ക് ഇത് ഉപകാരപ്പെടട്ടെ. കാരണം വെച്ചാൽ ആ കുട്ടീൻ്റെ ശരീരത്തിൽ കുട്ടിക്ക് കുറേ കാലം ജീവിക്കാൻ കഴിയിട്ടുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. മലയാളിയാണോ അല്ലെങ്കിൽ ലോകത്ത് എവിടെയാണ് ആ കുട്ടി ഉള്ളത് എന്ന് പോലും നമുക്കറിയില്ല. ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞു, അത് ലോകത്തെ അറിയിച്ചു, അല്ലെങ്കിൽ അതിനുശേഷമുള്ളൊരു മലയാളികളുടെ അടക്കം ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? ഞാൻ ആ കുട്ടീൻ്റെ മതമോ പാർട്ടിയോ കളറോ ഒന്നും നോക്കിയിട്ടില്ല. കുട്ടി മനുഷ്യനാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സാധനമാണ്, അത് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ പലർക്കും ഇതിന് സംശയം ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യ പോസ്റ്റ് നമ്മൾ എം കോളേജിൽ ആദ്യം ഞങ്ങൾ ആദ്യം ഫ്രണ്ട് ഉണ്ട്, മൂപ്പർ ജസ്റ്റ് ഞാൻ പോകുന്നത് ജസ്റ്റ് ഗ്രൂപ്പിൽ എഴുതിയിട്ട് അത് വൈറലായി പോയതാണ്. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സംഭവമാണ്. പക്ഷേ എനിക്ക് ഇതിനോട് എന്താ വെച്ചാൽ നിമിത്തം പോലെ പഠിച്ച് നമ്മൾ ഈ ഫീൽഡിൽ കുറേ കാലം ഉണ്ടായതുകൊണ്ട് പഠിച്ച് നമ്മൾ നിയമിച്ച പോലെയാണ്. കാരണം പലർക്കും സ്റ്റെം സെൽ എന്താണെന്ന് അറിയില്ല, ഇതെന്താ സംഭവം എന്നറിയില്ല. പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ പോലും അറിയാത്ത പലരും എനിക്ക് മെസ്സേജ് ഉണ്ട്. ഇന്ന് എനിക്കിപ്പോൾ കുറച്ച് നേരത്തെ മെസ്സേജ് അയച്ചെന്ന് വെച്ചാൽ ഒരു ചേച്ചി, ആ ചേച്ചീൻ്റെ ഒരു മോനുണ്ട്, ആ മോന് സുഖമില്ലാത്തതാണ്, ജസ്റ്റ് ഒന്ന് അതിനെ വിളിച്ചൊന്ന് ആശ്വസിപ്പിക്കുമെന്ന് വെച്ചത്. ഞാൻ ചെയ്യാത്ത മീൻസ് നമ്മൾ ചെയ്യുന്ന കാരണമാണ് അവർ നമ്മൾ ന്യൂസൊക്കെ കണ്ടിട്ട് ഇന്നൊന്ന് ആശ്വസിപ്പിച്ചിട്ട് ഞാൻ പോലും അറിയാത്ത ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ മെസ്സേജ് വന്നത്. അതേപോലെ ഒരുപാട് ആൾക്കാർ സ്റ്റെം സെൽ എന്താണെന്നുള്ളതും ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഈ 5 ദിവസം കൊണ്ടാണ് സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്തത്. ഒരു 30 മിനിറ്റ് കൊണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ ഈ സ്റ്റെം സെൽ കൊടുക്കാൻ കഴിയും 10 ലക്ഷത്തിൽ എനിക്ക് ഭാഗ്യത്തിന് എനിക്ക് കിട്ടി. പക്ഷേ എല്ലാവർക്കും ഒരു 50 കിലോ വെയിറ്റും ഒരു 18 വയസ്സും കഴിഞ്ഞ് ആരോഗ്യമുള്ള എല്ലാവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും. 3 മാസം കൂടുമ്പോൾ 3 മാസം ബ്ലഡ് ഡൊണേറ്റ്. കേരളത്തിൽ പല ഹോസ്പിറ്റലിൽ ബ്ലഡിന് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ആൾക്കാരോടൊക്കെ പറയുന്നത് നിങ്ങൾക്ക് സ്റ്റെം സെൽ ഡൊണേഷൻ ചെയ്യാൻ സങ്കടപ്പെടേണ്ട, നിങ്ങൾക്ക് ബ്ലഡ് കൊടുക്കാം, അതിനുള്ള നിങ്ങൾ ചെയ്യും. അപ്പോൾ ആൾക്കാർക്ക് പണ്ടൊക്കെ പേടിയായിരുന്നു ഇതെന്താണെന്ന്. പലപ്പോഴും പല ഫാമിലീസാണ് പ്രശ്നങ്ങൾ. ഫാമിലീസ് പ്രശ്നം എന്ന് വെച്ചാൽ മോൻ കൊടുക്കാൻ തയ്യാറായിരിക്കും, ഉമ്മയും വാപ്പയും പ്രശ്നമായിരിക്കും. പക്ഷേ അവരുടെ കുടുംബത്തിലൊന്നും ഈ കേസ് ഇല്ലാക്കട്ടെ, മീൻസ് ഉണ്ടാകുമ്പോഴാണ് അതിനെക്കുറിച്ച് അറിയുള്ളൂ. നമ്മൾ അങ്ങനത്തെ കുറേ കേസ് കണ്ടുകൊണ്ട് എവിടെ എപ്പോൾ ആര് വിളിച്ചാലും നമ്മൾ സന്നദ്ധമായിരിക്കും. കാരണം ബ്ലഡിന് പകരമായിട്ട് വേറെ ഇതിലായിട്ട് ഒന്നും കണ്ടെത്തിയിട്ടില്ല, സ്റ്റെം സെല്ലിന് പകരമായിട്ടൊന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ആ ഉള്ളിടത്തോളം മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തോളം പരസ്പരം കൈമാറിയാൽ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും തമ്മിലുള്ള ഇത് നടക്കുള്ളൂ. മജ്ജമാറ്റി വെക്കൽ ശരിക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്നു ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നട്ടലിന് ഇഞ്ചക്ട് ചെയ്തിട്ട് അതിന്ന് ചുരണ്ടി ഇങ്ങനെ സക്ക് ചെയ്തെടുക്കുന്ന സംഭവമാണ്. ആ കേസ് വളരെ റയറാണ്, ചില കേസിന് മാത്രമേ അത് ആവശ്യം വരുള്ളൂ. പക്ഷേ ഇന്ത്യത് എടുത്തതെന്ന് വെച്ചാൽ 5 ദിവസത്തെ പ്രോസസ്സ് അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റെം സെല്ലിൻ്റെ തോത് നമ്മൾ കൗണ്ട് നമ്മുടെ ശരീരത്തിൽ കൂടാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻസ് ഉണ്ട്. അത് ഓല് വന്നിട്ട് എടുക്കും, പിന്നെ എല്ലാ 5 ദിവസവും കണ്ടിന്യൂ ആയിട്ട് എടുക്കും. അപ്പോൾ ഉണ്ടാകുന്ന ചെറിയ ക്ഷീണങ്ങൾ നമുക്കുണ്ട്, ചെറിയ തല. അത് അവർ നമ്മളോട് ആദ്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള പെയിൻ കില്ലറും പാരസിറ്റമോളൊക്കെ തരും. കാരണം അത് സഹിക്കാൻ നമ്മൾ തയ്യാറാണ്. കാരണം എന്താ വെച്ചാൽ ചെറിയ വലിയതൊന്നുമല്ല, ചെറിയ ഒരു ഇത് ഉണ്ടാവുള്ളൂ. അപ്പോൾ 5 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ കൗണ്ട് കൂട്ടിയെടുത്തിട്ട് 5ാമത്തെ ദിവസം നമ്മൾ നേരെ 3 മണിക്കൂർ ടു 4 മണിക്കൂറുള്ള പ്രോസസ്സാണ്. അത് ഇന്ത്യത് ചെയ്ത് എല്ലായിടത്തും ഓരോ വെയിൻ നോക്കിയിട്ട് എൻ്റെ വെയിൻ നോക്കിയിട്ട് എൻ്റെ ഇടത് കയ്യിൽ നിന്ന് എടുത്തിട്ട് നേരെ ഇഞ്ചക്ട് ചെയ്തിട്ട് അതൊരു വലിയൊരു മിഷനിലേക്ക് കയറും. നേരെ നമ്മളെ ബ്ലഡ് പോയിട്ട് വലിയൊരു മിഷനിലേക്ക് കയറിയിട്ട് ആ മിഷനിൽ നിന്ന് ആ സ്റ്റെം സെല്ല് മാത്രം വേർതിരിക്കും. ഒരു കിറ്റിലേക്ക് സ്റ്റെം സെല്ല് മാത്രം ഒരു 100 ml 150 ml മാത്രമുള്ള സംഭവം അത് വേർതിരിച്ചിട്ട് നേരെ തിരിച്ച് ആ ബ്ലഡ് നമ്മളെ ശരീരത്തിലേക്ക് കയറും.
അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് മൊത്തം ആ സ്റ്റെം സെല്ലിൽ മാത്രം ഉയർത്തി. കാരണം ആ കുട്ടീൻ്റെ ഏജും കുട്ടീൻ്റെ വെയിറ്റൊക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ ക്വാണ്ടിറ്റി അവർ എടുക്കുക. അപ്പോൾ അതിൻ്റെ കൗണ്ട് പ്രധാനമാണ്. അതിൻ്റെ ഇടയിൽ ഒരു കൗണ്ടൊക്കെ ചെക്ക് ചെയ്യും. കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലുണ്ട്, അതാണ് വേണ്ടത് അവർക്ക്. എന്നാൽ അത് സക്സസ് ആയുള്ളൂ. ഏകദേശം ഒരു 6 to 8 ലക്ഷം, എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ 6 to 8 ലക്ഷം റുപ്യൻ്റെ പ്രോസസ് ഇൻകം മാത്രം അവർക്കുണ്ട്. കാരണം ആ റെസ്പോൺസ് അവർക്ക് വരും. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്, നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുക, ആ കുട്ടീനെ നമ്മൾ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. ഈ 1 വർഷത്തിന് ശേഷം ആ കുട്ടി ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു റെസ്പോൺസ്? എനിക്ക് എൻ്റെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താ വെച്ചാൽ എൻ്റെ ആ സ്റ്റെംസിൽ ആ കുട്ടിക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ളത്. ഫസ്റ്റ് അത് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ കാണാൻ പറ്റണം എൻ്റെ ആഗ്രഹം, കുട്ടി ആരോഗ്യമായി ഇരിക്കട്ടെ. പക്ഷേ കാണുമ്പോൾ ഉള്ളത് എനിക്ക് പോലും പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇതുവരെ കാണാത്ത ഒരാളാണ്. എവിടെ ഏത്, ചിലപ്പോൾ മലയാളം ചിലപ്പോൾ തിരിയണമെന്നില്ല, ചിലപ്പോൾ എനിക്ക് അറിയാത്ത ഭാഷക്കാരനായിരിക്കും, ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആളാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു 31 കിലോ വെയിറ്റ് ഉണ്ട്, 10 വയസ്സുണ്ട്, അത് എനിക്കറിയാം. പക്ഷെ വേറൊന്നും എനിക്കറിയില്ല. അപ്പം ആ ഒരു ഇതുണ്ടാവില്ലേ നമുക്ക്. എന്തായാലും ജസ്റ്റ് കാണാന്നുള്ളത് മാത്രമാണ്.